കണ്ട ഈ ഡോറൊക്കെ മൊത്തം പോയി കിടക്കേ. സത്യം പറഞ്ഞ ഇവിടെ എന്തെങ്കിലും നമ്മളെ ഒന്ന് സഹായിച്ചു തരണം സാറേ. നമ്മൾ അത്രയും ദയനീയ അവസ്ഥയാണ്. ചെയ്ത് തരാൻ പറ്റൂലെന്നാണ് സെക്രട്ടറിയും പ്രസിഡന്റും പറയുന്നത്. നിങ്ങൾ ഏത് കോടതിയിലാ കൊണ്ട് കൊടുക്കുക, ഏത് ഇനി ദൈവത്തിന്റെ മുമ്പ് കൊണ്ട് കൊടുത്താൽ എന്നാലും ഞങ്ങളെ പേരിന് കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഏത് കോടതിയിലാ കൊണ്ട് കൊടുക്കി ഞങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് വീട് തരാൻ പറ്റൂല. ഇതാണ് അവരുടെ അഭിപ്രായം. ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കിടക്കുന്നത് ഇത് പഞ്ചായത്തുകാരെ കണ്ടിട്ട് പോയതാണ്. അതിനെതിരെ ഒന്നും അവർ ചെയ്തു തരുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഈ വീഡിയോ കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ അതും ഭരണസിരാ കേന്ദ്രം അടക്കം ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു മനുഷ്യരുടെ, അത് 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവർ കിടക്കുന്നത് പക്ഷേ നമുക്ക് മുറിയെന്ന് ഒരു കട്ടിലും ബാക്കി സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വാതിലാണ്, അതായത് ഈ മകളുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. ഇതാണ് അവരുടെ മുൻവശത്തെ വാതിൽ. ഈ ഒരു കാഴ്ചയൊന്ന് കാണണം. ഇവിടെ ഒരു മറയും ഇല്ലാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ ഈ അച്ഛനും അമ്മയും ഉറക്കമൊഴിഞ്ഞിരുന്ന മക്കൾക്ക് കാവലിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല വളരെ വീടിനായി കയറി ഇറങ്ങി നടന്നു, പക്ഷേ ആ ആവശ്യം പരിഗണിക്കുന്നില്ലെന്നുള്ളതാണ് ഇവർക്ക് എടുത്തു പറയുന്ന. ആ ഒരു നിരാശയിലാണ് ഈ ഒരു കുടുംബം. ഇത്ര നേരം ഒന്നും നേരം വളർത്തിട്ട് ഇങ്ങനെ 4 കൂടെ നിൽക്കുകയാണ് സാറേ. പക്ഷേ ആനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട്. എന്ത് ചെയ്യും? എന്താണ് ചെയ്യണം? ഞങ്ങളെപ്പോലെയുള്ളവർ ഒന്നും ചെയ്യാനില്ല. ജാതി വിവേചനം ഇല്ലെന്ന് 100 വട്ടം പറയുന്ന ഭരണാധികാരികൾ ഈ വീഡിയോ കാണണം. ഇപ്പോഴും പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ക്ഷേത്രത്തിൽ കയറുവാൻ പ്രവേശനമില്ല. ഈ ഒരു നാട്ടിലെ മനുഷ്യർ സഹകരിക്കുന്നില്ല. അതായത് ഭിന്നശേഷിക്കാരായ 2 മക്കളും അച്ഛനും അമ്മയുമാണ് ഈ കുടുംബത്തിലുള്ളത്. ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം എന്ന് പറയുന്ന ഈ അച്ഛൻ ആക്രി പിറക്കിയാണ് ഈ കുടുംബത്തിൻ്റെ വിശപ്പ്, ഈ 4 പേരുടെയും വിശപ്പ് അടക്കുന്നതെന്നുള്ളതാണ്. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റൂല എന്ന് ഞങ്ങളുടെ പറഞ്ഞ. ക്ഷേത്രത്തിൻ്റെ പേര് പറയാൻ കുന്നത്ത് ദേവി ക്ഷേത്രമാണ്. അവിടെ ആദ്യം ഒരു പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു വിലക്ക് ഇവിടെ വരാൻ പറ്റൂല എന്ന്. അപ്പോഴേ കരഞ്ഞുകൊണ്ടിറങ്ങി വന്നാണ്. പിന്നെ ഇന്ന് വരെ ഞങ്ങൾ ആ ദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടുമില്ല. 2 മുറിയായാലും 1 മുറിയായാലും അടച്ചുറപ്പുള്ള ഒരു മുറി വേണം. ഷീറ്റെല്ലാം പൊങ്ങിപ്പോയി ഞങ്ങൾ കയറുകൾ പടം കെട്ടി നിർത്തിയിരിക്കുകയാണ് സാർ. പഞ്ചായത്തുകാർ നമുക്ക് വീടൊന്നും തന്നില്ല. മന്ത്രിയെങ്കിലും നമുക്ക് വീട് ഒരുക്കി തരണം. കെട്ടുറപ്പില്ലാത്ത ഈ വീട്ടിൽ നിന്നും സുരക്ഷിതമായൊരു കിടപ്പാടമാണ് അവർക്ക് വേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ്.